ഒരു ദിവസം കുട്ടിയാനായ എല്ലു കാട്ടിലൂടെ പോകുകയായിരുന്നു. എല്ലു ആ കാട്ടിൽ വിഷമത്തിൽ ഉറക്കെ പറഞ്ഞു, ആഹ്, ഈ ലോകം എത്ര വലുതാണ്! പക്ഷേ എനിക്ക് കളിക്കാൻ ഒരു സുഹൃത്തും ഇല്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല. എല്ലാവരും പറയുന്നു ഞാൻ വലുതും പതിയെ പതിയെ നടക്കുന്ന ആനയാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ കളിക്കാൻ പറ്റില്ല. അവർക്ക് എന്റെ തടിയുള്ള ശരീരം പേടിയാണ്. അവർക്ക് പരിക്ക് പറ്റും എന്നെല്ലാം പറഞ്ഞു എന്നെ ഒഴിവാക്കും. പെട്ടെന്ന് മിമി പൂച്ച മരത്തിൽ നിന്ന് ചാടുന്നു. ഹേയ് വലിയവനെ, എന്താ നിന്റെ ഈ മനോഹരമായ മുഖം ദുഃഖിച്ചിരിക്കുന്നത്? എല്ലു കുട്ടിയാന പറഞ്ഞു. അക്കാര്യം പറഞ്ഞാൽ നീ ചിരിക്കും. എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല. ആരും എന്റെ കൂടെ ഓടിയും ചാടിയും കളിക്കാൻ വരുന്നില്ല. എന്നെ എല്ലാവർക്കും പേടിയാണ്. മിമി പൂച്ച പറഞ്ഞു. ഇതാണോ കാര്യം? ഞാൻ നിന്നോടൊപ്പം കളിക്കാം. ഞാൻ മിമിയാണ്. നിന്റെ പേര് എന്താ? എല്ലു കുട്ടിയാന പറഞ്ഞു. ഞാൻ എല്ലു. കൂട്ടുകാരാ, നീ സത്യമാണോ പറയുന്നത്? നീ എന്റെ കൂടെ കളിക്കാൻ വരുമോ? എനിക്ക് വലിപ്പമുള്ള ശരീരം ആണുള്ളത്. ഞാൻ അറിയാതെ നിന്നെ ചവിട്ടിയാലും നിനക്ക് നല്ല വേദന ഉണ്ടാകും. മിമി പൂച്ച ചിരിച്ചു. ഹാഹാ, എനിക്ക് നല്ല വേഗത ആണ്. നാട്ടിൽ പലരും എന്നെ പൂച്ച സർ എന്നാ വിളിക്കുന്നേ. ചിലർ റീഫ്ലെക്ഷൻ കിങ് എന്നും. എല്ലു, എനിക്ക് നല്ല ബുദ്ധിയും ധൈര്യവുമുണ്ട്. നിനക്ക് കരുത്തും ദയയും ഉണ്ട്. നമ്മൾ ഒരുമിച്ചാൽ അത് നല്ല ഗർജനശക്തിയുള്ള കൂട്ടുകാരായിരിക്കും. ദി കിഡ്സ് ഹെൽപ്പർ കിങ്ങും കുട്ടികളെയും പോലെ. ദി കിഡ്സ് ഹെൽപ്പർ കിങ്. അങ്ങനെ അവർ ഒരുമിച്ച് മികച്ച സുഹൃത്തുക്കളായി മാറി. ഒരു ദിവസം കാടിൽ വലിയ മഴ പെയ്തു. മിമിപൂച്ചയുടെ ചെറു വീട് വെള്ളം കയറി. മിമി പൂച്ച വീടിനുള്ളിൽ നിൽക്കാൻ കഴിയാതെ പുറത്ത് ആ കൊടും മഴയിൽ തണുത്തുവിറച്ചു നിന്നു. മിമിപൂച്ച സങ്കടത്തോടെ പറഞ്ഞു, അയ്യോ, എന്റെ വീട്! ഈ കൊടും മഴയിൽ എന്റെ വീട്ടിൽ വെള്ളം കയറുകയാണല്ലോ ദൈവമേ! എല്ലു കുട്ടിയാന മിമിപൂച്ചയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തി. മിമിപൂച്ചയെ, ഭയപ്പെടണ്ട. എന്റെ മേൽ കയറൂ. ഞാൻ നിന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. മിമിപൂച്ച. എല്ലു, നീ എത്ര വലിയ വീരനാണ്! നീ എന്നെ രക്ഷിച്ചു. എല്ലു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ മിമി, അതാണ് സത്യസന്ധമായ സൗഹൃദം. ദി കിഡ്സ് ഹെൽപ്പർ കിങ്. അന്ന് മിമിപൂച്ചയ്ക്ക് മനസ്സിലായി, സത്യമായ സൗഹൃദം കരുണയിലാണെന്ന്. അടുത്ത ദിവസം സൂര്യൻ തെളിഞ്ഞു. എല്ലുകുട്ടിയാനയും മിമിപൂച്ചയും വീണ്ടും നദിക്കരയിൽ കളിക്കാൻ തുടങ്ങി. എല്ലുകുട്ടിയാന ആവേശത്തോടെ പറഞ്ഞു, മിമിപൂച്ചയെ, എനിക്ക് വിശക്കുന്നു. നമുക്ക് മാമ്പഴങ്ങൾ തിരയാം. ആ കാണുന്ന നദിയുടെ അപ്പുറത്ത് നല്ല മധുരമുള്ള മാമ്പഴം ഉണ്ട്. ഞാൻ ഇന്നലെ കൊണ്ടുവന്ന പോലെ നമുക്ക് നദി കടക്കാം. മിമിപൂച്ച തക്പൂച്ചയായി പറഞ്ഞു. പക്ഷേ ഇന്നലെ മഴയത് നദിയിലൂടെ വന്നപ്പോൾ പെയ്യുന്ന മഴ കൊള്ളുന്ന എന്റെ ദേഹത്ത്